ഡൽഹിയിൽ അതിരൂക്ഷമായി പുകമഞ്ഞ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അവിടുത്തെ വായു ഗുണനിലവാരത്തെ പറ്റിയൊക്കെ. ദൃശ്യപരിധി കുറഞ്ഞതോടെ വ്യോമഗതാഗതത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നു. നിരവധി വിമാനങ്ങൾ വൈകുമെന്നും റിപ്പോർട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. വായു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാബ് 4 നിയന്ത്രണങ്ങൾ. ഈ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? അതിന്റെ ഭാഗമായാണോ ഈ പുകമഞ്ഞ്? നമ്മൾ പുകയും മഞ്ഞും ചേർന്നിട്ടുള്ള ഒരു അവസ്ഥ, പ്രത്യേക അവസ്ഥയാണത്. അത് മാറാനും ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്താണ് വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുമെല്ലാം കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകളും മാറ്റങ്ങളുമൊക്കെ? ഈ ഗ്രാബ് 4 നിയന്ത്രണങ്ങളിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം വായു മലിനീകരണം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിൽ ശീതകാലം ആരംഭിച്ചതിന് ശേഷം അതിരൂക്ഷമായിട്ടുള്ള, ഏറ്റവും രൂക്ഷമായിട്ടുള്ള മഞ്ഞ് ഇന്ന് പുലർച്ചെ മുതലാണ് പ്രകടമായി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഡൽഹി എത്തിയിരിക്കുന്നത്. ഇത് പുകയും മഞ്ഞും ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് പറയാൻ സാധിക്കും. അതായത് പുകയുടെ അളവ് കുറവാണ്, മഞ്ഞിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യപരിധി അത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വിമാനത്താവളത്തിൻ്റെ ആ പരിസരത്തൊക്കെ 50 മീറ്ററും താഴേക്ക് തന്നെ ഈ ദൃശ്യപരിധിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യോമഗതാഗതത്തെയൊക്കെ അത് വലിയ തോതിൽ ബാധിക്കുന്നത്. നമ്മളതല്ലാതെ പുറത്തിറങ്ങുന്ന സമയത്തും നമുക്ക് സാധാരണ രീതിയിൽ രാവിലെ ഇറങ്ങുന്ന രീതിയിൽ ഒന്നും തന്നെ കാണാനായിട്ട്, അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. ഒട്ടും തന്നെ കാണാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു മഞ്ഞ് ഡൽഹിയെ ആകെ മൂടിയിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ ഡിസംബർ മാസവും ഈ ശീതകാലത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഇത്തരത്തിൽ നഗരത്തിന് അകത്ത് തന്നെ വലിയ തോതിൽ പുകയും മഞ്ഞും കൂടെ ചേർന്ന്, അതിൽ മഞ്ഞ് തന്നെയായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പുകയുടെ അളവ്, പ്രത്യേകിച്ച് മലിനീകരണത്തിൻ്റെ അളവ് അത് കുറഞ്ഞു വരികയും ചെയ്യും. ഈ മഞ്ഞ് ഇത്രത്തോളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇടയിലൂടെ ഈ പുകയ്ക്കും പുറത്തു പോകാനാവാത്ത അവസ്ഥയിൽ വായു ഗുണനിലവാര തോതും വലിയ തോതിൽ മോശമാകുന്ന അവസ്ഥയൊക്കെ ഡൽഹിയിൽ സാധാരണ ഉണ്ടാകാറുള്ളത്. അത് തന്നെ ഇപ്പോഴും ഉണ്ട്. 500-നടുത്തായി AQI ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഗ്രാബ് 4 നിയന്ത്രണങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളെ സംബന്ധിച്ച് ഈ ഫോഗ്, അതായത് ഈ മഞ്ഞിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള കുറവ് വരും. പ്രത്യേകിച്ചും സൂര്യപ്രകാശമെല്ലാം തട്ടിക്കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ ആ ഒരു ഇഫക്റ്റ് നല്ലപോലെ കുറയുമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ പുലർച്ചെ സമയങ്ങൾ, രാവിലെ ഒക്കെ ഈ ഒരു 8-9 മണി വരെയും അതുപോലെ രാത്രി ആയാലും ഈ ഒരു പ്രശ്നം നിലനിൽക്കും. അത് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് വ്യോമഗതാഗതത്തെ സംബന്ധിച്ച് തന്നെയായിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും ഏഷ്യയെ സംബന്ധിച്ചും ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ പ്രതിദിനം നിരവധി സർവീസുകൾ, 1000-ഓളം സർവീസുകൾ പ്രതിദിനം അവിടെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ബാധിക്കപ്പെടുന്ന അവസ്ഥയാണ് രാവിലെ നേരങ്ങളിൽ ഉണ്ടാകുക. വിമാനങ്ങൾ പുറപ്പെടാൻ വൈകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിമാനത്താവള അധികൃതരും അതുപോലെ ഓരോ വിമാന കമ്പനികളും, എയർ ഇന്ത്യയും ഇൻഡിഗോയും അടക്കമുള്ളവർ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പുതിയതായിട്ടുള്ള ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കിയ ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുക. ഒപ്പം തന്നെ ഈ മൂടൽമഞ്ഞൊക്കെ കാരണം വരുന്ന വഴിയിൽ വലിയ രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പതുക്കെ ഓടിച്ചു